ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഈ പടം കൈവിട്ടുപോയി എന്ന് തന്നെ പറയാം. കാരണം ബഡ്ജറ്റ് വിചാരിച്ചോട്ട് നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞത് വിദ്യാസാഗറാണ് മ്യൂസിക്, അതിഗംഭീരമായിട്ടുള്ള സോങ്സ് ആണ്. അപ്പോൾ അതിൽ ഒരു ഓ മുംബൈ എന്ന് പറയുന്ന ഒരു പാട്ട്, ശ്രാവൺ ഗംഗെ, കുറേ പാട്ടുകളുണ്ട്. നിങ്ങൾക്കറിയാം, അന്ന് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തിയേറ്ററിൽ നിന്നൊക്കെ കണ്ട് അപ്പോൾ സോങ്സൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു സോങ്സ് തന്നെയാണ്. പിന്നെ അന്ന് ഈ പറഞ്ഞ വിദ്യാസാഗറും ഭയങ്കരമായിട്ട് ടോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഗംഭീരമായിട്ടുള്ള സോങ്സ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പല സോങ് കമ്പോസിങ് ആണെങ്കിൽ തന്നെ ചെയ്യുന്ന സമയത്ത് വിദ്യാസാഗർ ബഡ്ജറ്റിൽ നിന്നും കുറച്ച് കടന്ന് ചെയ്തു. അതായത് അന്ന് ജോൺസനൊക്കെയാണ് കൂടുതൽ കിരീടമുണിയുടെ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ജോൺസനെ ആണെങ്കിൽ ഒരു സിനിമ കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ബഡ്ജറ്റ് കുറവായിരിക്കും. പക്ഷേ വിദ്യാസാഗർ പലപ്പോഴും ആ ഒരു സോങ്ങിന് വേണ്ട കുറച്ച് ഇൻസ്ട്രുമെൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രോഗ്രാമിങ്ങിന് വേണ്ട എക്യുപ്മെൻറ്റ്സൊക്കെ ചിലത് വരുത്തിക്കും. അപ്പോൾ അതിന് ഇത്തിരി കോസ്റ്റ് വരും, അതിൻ്റെ കൂടെ വരുന്ന ആളുകൾക്ക് ഉള്ള ഒരു ബാറ്റ കൂടും. അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ച പോലെ നിന്നില്ല. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സംവിധായകൻ ജയരാജനോട് ഇദ്ദേഹം പറഞ്ഞു, പ്രൊഡ്യൂസർ പറഞ്ഞു, ഇത് കടന്നു പോകുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഇല്ലേ എന്ന് വെച്ചാൽ ജയരാജ് പറഞ്ഞില്ല, ഇത് നമുക്കൊരു റിച്ച്നെസ് കാണിക്കണം, എങ്കിൽ മാത്രമേ ഇത് ഏക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ വേണമെങ്കിൽ പ്രൊഡ്യൂസറിന് ഇത് എനിക്ക് ആ സിനിമ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ അപ്പുറത്ത് കൂടെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളും മാനേജേഴ്സും പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു. അതായത് അന്ന് സിനിമ നമുക്കറിയാം, തിയേറ്റർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് പൈസ മേടിച്ചിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് മേടിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ സിനിമ തുടങ്ങി വെച്ചു, കുറേ പേരുടെ അടുത്ത് പേയ്മെൻറ്റ് മേടിച്ചു, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, വാക്കുണ്ട്, ഇന്ന ദിവസം തിയേറ്ററിൽ റിലീസ് ചെയ്യണം. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വരണോടത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോയതാണ്. ആ സിനിമ തിയേറ്ററിൽ വന്നു. അന്ന് അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്. സുരേഷ് ഗോപി ഒരു അധോലോക നായകൻ എന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ലുക്കിൽ, ഇപ്പുറത്ത് പാട്ടുകാരായിട്ടുള്ള ബിജു മേനോനും ജയറാമിൻ്റെയും ഒരു പോസ്റ്റേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. പിന്നെ സ്റ്റാർ കാസ്റ്റ് നമുക്കറിയാം, കലാഭവൻ മണിയും ജഗതി ശ്രീകുമാറും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കാസ്റ്റ്. നായികമാരായിട്ട് അഭിരാമിയും അതുപോലെ തന്നെ സുജ രഘുറാം എന്ന് പറയുന്ന കൊറിയോഗ്രാഫറാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള രഘുറാം എന്ന് പറയുന്ന കൊറിയോഗ്രാഫറുടെ മകൾ ഗായത്രി രഘുറാം എന്ന് പറയുന്ന അറിയപ്പെടുന്ന കൊറിയോഗ്രാഫറും ഇന്ന് അവർ പൊളിറ്റിക്സിലൊക്കെ ഉണ്ട്. അവർ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ട് രാജകുമാരി എന്ന് പറയുന്ന സിനിമയിൽ നായികയായിട്ട് വന്ന കുട്ടിയല്ല, ഒരു എന്താ പറയുക, അന്ന് ഒരു കുട്ടി, വളരെ യങ് ആയിരുന്നു അവർ. അപ്പോൾ അവരെ സുജ രഘുറാം വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റാർ കാസ്റ്റൊക്കെ വളരെ എന്താ പറയുക, എല്ലാവരെയും തിയേറ്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തിയേറ്ററിലോട്ട് ആകർഷിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. ഒരു പാക്കേജ് ആയിരുന്നു അതിൻ്റെ ഇനീഷ്യൽ ഫുള്ളിന് കിട്ടിയത്.